എല്ലാവർക്കും നമസ്കാരം. മീ ആൻഡ് മൈ വേൾഡ് ബൈ അമ്പു എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കുക. ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മാമ്പഴം തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന മാമ്പഴം എടുത്ത് അതിൽ ആഡ് ചെയ്യുക. അത് നല്ലതായിട്ട് ഒന്ന് വഴന്ന് വരണം കേട്ടോ. മാമ്പഴം വഴയാൻ വേണ്ടിയിട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് വഴറ്റുന്നതായിരിക്കും നല്ലത്. കറിക്കൊരു നിറവും ഒക്കെ കിട്ടാനും രുചി ഉണ്ടാകാനും ഒക്കെ നല്ലതാണ്. അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം, മാമ്പഴം വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് മാമ്പഴം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളത് മൂടി വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. മൂടി വെച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാതെ നോക്കണമേ. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വേണം അതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം മാമ്പഴം കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങ, ചെറിയ ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി എന്നിവ അരച്ച് ചേർത്ത് അരപ്പ് നമുക്ക് നല്ലതായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് നല്ല കുറുക്കി അങ്ങ് എടുക്കുക. നല്ലതായിട്ട് കുറുകി വരുമ്പോഴത്തേനും അത് ഒത്തിരി തിളയ്ക്കണ്ട കേട്ടോ. അരപ്പ് ചൂടായി വന്നാൽ മതി. നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിന് വേറൊരു ഇതായിട്ട് മാറും. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കും. അതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര്, കട്ടത്തൈര്, അധികം പുളിയില്ലാത്തതായിരിക്കും നല്ലത്. മാമ്പഴപ്പുളിശ്ശേരിക്ക് പൊതുവെ ഇച്ചിരി മധുരമാണല്ലോ വേണ്ടത്. ശർക്കര ചേർക്കുന്നവരുണ്ട് കേട്ടോ. ശർക്കര ചേർത്ത് മധുരം ആക്കുന്നവരുണ്ട്. നമ്മുടെ മാങ്ങയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ മധുരം ഉള്ളതുകൊണ്ട് ഞാൻ അധികം ശർക്കരയൊന്നും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒട്ടും തന്നെ കൊടുക്കുന്നില്ല. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് വേണ്ടിയ അത്യാവശ്യത്തിന് ഇച്ചിരി കൊഴുത്തിരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത് മാമ്പഴപ്പുളിശ്ശേരി. അത് ചൂടാക്കി നല്ലതായിട്ട് ഇളക്കി തിളയ്ക്കാതെ ചൂടാക്കിയെടുത്ത് നമ്മളത് വാങ്ങി വെച്ചു. ഇനി നമുക്ക് കടുക് വറുക്കണം. കടുക് വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ, കടുക് എന്നിവ ചേർത്ത് അത് നല്ലതായിട്ട് വറുത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മൂത്ത് വരുന്നതിനകത്തേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിയിലോട്ട് അത് ഒഴിക്കുമ്പോൾ നല്ലൊരു നിറമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു മണവും കറിക്ക് രുചിയുണ്ട് കേട്ടോ. നിറവും മണവും രുചിയൊക്കെ നമുക്കതിന് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ കറിയിലോട്ട് ഒഴിക്കുമ്പോൾ കറിക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ രുചിയും നല്ലതായിരിക്കും, മണവും ഉണ്ടാവും. എന്നിട്ട് നമ്മളത് താത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുളിശ്ശേരിയിലകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി? ഇത്ര എളുപ്പത്തിൽ തന്നെ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കാം. ഇതിൽ നെയ്യ് ആഡ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. നെയ്യ് ചേർത്ത് മാമ്പഴം വഴറ്റുന്നവരും ഉണ്ട്. എന്നാൽ ഞാനിതിൽ നെയ്യ് ആഡ് ചെയ്യുന്നില്ല. ഇത്രയേ ഉള്ളൂ മാമ്പഴപ്പുളിശ്ശേരി.